ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ ഒരു ജേർണലിങ്ങിൻ്റെ വീഡിയോ ഇടാൻ വിചാരിച്ചു. ഈ ബുക്ക് ഞാൻ നെസ്റ്റോ പോയ സമയത്ത് വാങ്ങിയത്. ഇതിൻ്റെ ഡോട്ട് ഗ്രിഡ് ഉള്ളതും റൂൾഡ് ഉള്ളതൊക്കെ ഉണ്ട്. ഞാൻ പ്ലെയിനാണ് എടുത്തത് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ഇത് ഫസ്റ്റ് പേജിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ടുള്ള സംഭവം ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നത്. അങ്ങനത്തെ ഒന്ന് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മെമ്മറി ജേർണലത്തെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ഞാനിതൊരു ഗ്രീൻ തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനാദ്യം തന്നെ ഗ്രീൻ ആൻഡ് വൈറ്റ് തീമിലുള്ള ഗ്രിഡ് പേപ്പർ ഞാൻ ആ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട് ആ പേജിൻ്റെ. പിന്നെ ഞാൻ അതിൻ്റെ സൈഡ് 4 ഭാഗങ്ങളും അതിൻ്റെ കയ്യിലൊരു സിസേഴ്സ് ഉണ്ട്, എന്താ പറയാൻ നിൽക്കാറില്ല, ഒരു ഡിസൈനായിട്ട് കട്ട് ചെയ്ത് തരും. അപ്പോൾ അത് വെച്ചിട്ട് 4 ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്തെടുത്ത് ഞാൻ നോട്ട്ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ കറക്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫെവിക്കോൾ വെച്ചിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ പേപ്പർ ഡോയിലീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ഞാൻ എടുത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഫോട്ടോ വെച്ച് കൊടുക്കാൻ. പിന്നെ എൻ്റെ കയ്യിലൊരു ടീ ഡൈ ചെയ്ത പേപ്പറും കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലാണ് ഫോട്ടോ വെക്കുന്നത്. അപ്പോൾ എല്ലാതും ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ഫോട്ടോ കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ കാണാനുള്ളത്. ഇനി അതിന് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ എന്താ പറയുക, കുറച്ച് ആ ഒരു വൈബിന് മാച്ചായ കുറച്ച് സ്റ്റിക്കേഴ്സ് മാത്രമേ ഞാൻ സ്റ്റിക്ക് ചെയ്യണുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതിൻ്റെ ശേഷം ഓരോ സ്റ്റിക്കറും ഇങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ലുക്ക് ഉള്ളത്. ഇനി ഇതിന്മേ ലാസ്റ്റായിട്ട് ഞാൻ ഷംഹാനിൻ്റെ നെയിം ഇങ്ങനെ കുറച്ച് ആൽഫബറ്റ് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ലാസ്റ്റ് ഞാൻ തല ഉത്തരം വെച്ചതാട്ടെ ഇല്ലാഞ്ഞിട്ട് ഞാൻ അതിമ ഒന്ന് ജസ്റ്റ് വരച്ചെടുത്തു. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് നമ്മളെ ജേർണലിൻ്റെ. പിന്നെ എന്തൊക്കെ ഈ ജേർണലിൽ ചെയ്യേണ്ടത് എന്ന് എല്ലാവരും പറയാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ മെമ്മറി ജേർണൽ. അപ്പോൾ ഇതിൽ ഞാൻ ഇന്നൊരു മെമ്മറി ജേർണൽ ചെയ്യാൻ പോവാണ്. ഞാൻ ലാസ്റ്റ് ഡേ 10th ലാസ്റ്റ് എക്സാമിൻ്റെ അന്നത്തെ കുറച്ച് സാധനങ്ങൾ പ്രിൻ്റ് എടുത്ത് വെച്ചിരുന്നു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ, അന്ന് നടന്ന മെയിൻ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടൊരു ലാസ്റ്റ് ഡേ ആസ് എ 10th ഗ്രേഡർ കൈൻഡ് ഓഫ് ജേർണലാണ് ഞാൻ ചെയ്യുന്നത്. അതിന് തന്നെ ആദ്യം നേരത്തെ എടുത്ത പോലെ തന്നെ ഗ്രിഡ് പേപ്പർ എടുക്കുക. അത് ബ്ലൂ തീമിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു സൈസിന് എങ്ങനെ എനിക്ക് വേണ്ടതെന്നുള്ള ഒരു സൈസിന് ഞാൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ എനിക്ക് ആ ഫോട്ടോസൊക്കെ എങ്ങനെ വെക്കണം എന്ന് ഏകദേശം ഒരു ഐഡിയ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി അത് എല്ലാം കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് അതും ചെയ്യണത്. അങ്ങനെ ഫോട്ടോസ് എല്ലാം സ്റ്റിക്ക് ചെയ്തതിൻ്റെ ശേഷം ഇപ്പം ഇങ്ങനെയാണുള്ളത്. ഇനി ഇതിൻ്റെ ഞാൻ ചെയ്യണത് കുറച്ച് സ്റ്റിക്കേഴ്സ് എല്ലാം ഒട്ടിച്ച് കൊടുക്കുകയാണ്, ഒന്ന് ഫില്ല് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ അതെല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതിൽ ലാസ്റ്റ് ഡേ എന്നുള്ള ലെറ്റേഴ്സ് എല്ലാതും LA അങ്ങനെ എല്ലാം കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അത് പക്ഷേ വീഡിയോ എടുത്തത് കുറച്ച് സൈഡിക്കായിപ്പോയി, അതുകൊണ്ട് അത് മുഴുവൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ആസ് എ 10th ഗ്രേഡർ ആ ഒരു സ്പേസിൽ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ ചില ഫോട്ടോസിൻ്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ട ഒരു ബോർഡർ പോലെ. ഇനി ലാസ്റ്റ് ടൈം ഫൈനൽ ടച്ച് ആയിട്ട് ഒരു ഹാർട്ട് ടൂഡിൽ ഇങ്ങനെ ചെറുതായിട്ട് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞ് നമ്മൾ ജേർണൽ തീർന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ജേർണലിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇനി എന്തൊക്കെ ജേർണൽസ് ഞാൻ ചെയ്യണം എന്നൊക്കെ ഉള്ള കുറച്ചൊരു ഐഡിയാസ് ആൻഡ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ടൈപ്പ് ഓഫ് വീഡിയോസ് എല്ലാതും ഇടാം.